Good evening and welcome. Special edition തുടങ്ങുന്നു. TPA കൊന്നത് വ്യക്തിവൈരാഗ്യം കൊണ്ടല്ലെന്ന് കോടതി. പ്രധാന വാർത്തകൾ. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ 3 CPM നേതാക്കൾ ഉൾപ്പെടെ 11 പേർക്ക് ജീവപര്യന്തം. കൊലയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ വിരോധമെന്ന കോടതി. CPM വാദം പൊളിഞ്ഞെന്ന് KK രമ. PK കുഞ്ഞനന്തിന് വേണ്ടി അപ്പീൽ പോകുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിക്കാൻ വിധി പ്രേരകമാകുമെന്ന് തിരുവഞ്ചൂർ. കണ്ണൂരിലെ BJP വിമതർക്ക് CPM സ്വീകരണം നൽകി. CPMനോട് ചെയ്ത തെറ്റുകൾക്ക് മാപ്പെന്ന് OK വാസു. RSSനെ ദുർബലപ്പെടുത്താനാണ് വിമതരെ സ്വീകരിച്ചതെന്ന് പിണറായി വിജയൻ. ഭൂരിപക്ഷ വർഗീയതയെ കൂട്ടുപിടിച്ച് തെരഞ്ഞെടുപ്പ് വിജയം നേടാനാണ് CPM ശ്രമമെന്ന് മുസ്ലിം ലീഗ്. കേരളത്തിലെ 123 വില്ലേജുകൾ പരിസ്ഥിതി ദുർബലമെന്ന് കേന്ദ്ര സർക്കാർ. പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ പുനർനിർണ്ണയിക്കില്ല. ക്വാറികൾക്ക് ലൈസൻസ് പുതുക്കി നൽകാനുള്ള സംസ്ഥാന സർക്കാർ ഉത്തരവ് നിയമവിരുദ്ധമെന്ന ട്രിബ്യൂണൽ. സ്വവർഗരതി ക്രിമിനൽ കുറ്റമാക്കിയ വിധി പുനഃപരിശോധിക്കേണ്ടതില്ലെന്ന് സുപ്രീം കോടതി. കേന്ദ്ര സർക്കാരിന്റെ പുനഃപരിശോധനാ ഹർജി തള്ളി. സർക്കാരിന് പുതിയ നിയമം നിർമ്മിക്കാമെന്ന് കോടതി. ഇന്ത്യക്കെതിരായ ഏകദിന പരമ്പര ന്യൂസിലൻഡിന്. ഹാമിൽട്ടൺ ഏകദിനത്തിൽ ന്യൂസിലൻഡിന് 7 വിക്കറ്റ് ജയം. റോസ് ടെയ്ലർക്ക് സെഞ്ചുറി. സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് ആന്ധ്രയ്ക്കെതിരെ വിജയം. കൊടും ക്രൂരതയ്ക്ക് ജീവപര്യന്തം. TP വധക്കേസിൽ 11 പ്രതികൾക്ക് ജീവപര്യന്തം. എരഞ്ഞിപ്പാലത്തെ പ്രത്യേക കോടതിയാണ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്. കൊലയാളി സംഘങ്ങളായ 7 പേരും 3 CPM നേതാക്കളും ഉൾപ്പെടെയുള്ളവർക്കാണ് ജീവപര്യന്തം. കോഴിക്കോട്ട് ജയിലിലെത്തിച്ച് മേൽനടപടികൾ പൂർത്തിയാക്കി പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു. 1 മുതൽ 7 വരെ പ്രതികളായ MC അനൂപ്, കിർമാണി മനോജ്, കൊടിസുനി, TK രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത്, ഷിനോജ് എന്നിവർക്ക് കോടതി ജീവപര്യന്തവും 50,000 രൂപ പിഴയും വിധിച്ചു. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം കഠിന തടവ് അനുഭവിക്കണം. ഇതിനു പുറമെ വിവിധ വകുപ്പുകൾ പ്രകാരം 3.5 വർഷം കഠിന തടവും കോടതി വിധിച്ചു. കിർമാണി മനോജ്, കൊടിസുനി എന്നിവരെ സ്ഫോടക വസ്തു കൈവശവയ്ക്കൽ നിരോധന നിയമപ്രകാരം കഠിന തടവിനും കോടതി ശിക്ഷിച്ചു. കിർമാണി മനോജിന് 5 വർഷം കഠിന തടവും 10,000 രൂപ പിഴയുമാണ് ശിക്ഷ. കൊടിസുനി ഈ വകുപ്പ് പ്രകാരം 10 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും അടയ്ക്കണം. 8ാം പ്രതി CPM കുന്നുമക്കര ലോക്കൽ കമ്മിറ്റി അംഗം KC രാമചന്ദ്രൻ, 11ാം പ്രതി കുന്നോത്തുപറമ്പ് മുൻ ബ്രാഞ്ച് സെക്രട്ടറി ട്രൗസർ മനോജ്, 13ാം പ്രതി പാനൂർ ഏരിയ കമ്മിറ്റി അംഗം PK കുഞ്ഞനന്ദൻ എന്നിവർക്കും ജീവപര്യന്തമാണ് ശിക്ഷ. ഇതിനു പുറമെ 1 ലക്ഷം രൂപ പിഴയും അടയ്ക്കണം. പിഴ അടച്ചില്ലെങ്കിൽ 2 വർഷം കഠിന തടവ് അനുഭവിക്കണം. 18ാം പ്രതി വാഴപ്പടച്ചി റഫീഖിനെതിരെ കൊലപാതക പ്രേരണ കുറ്റമാണ് തെളിഞ്ഞത്. കൊലക്കുറ്റത്തിന് സമാനമായതിനാൽ ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചത്. 1 ലക്ഷം രൂപ പിഴയും അടയ്ക്കണം. പിഴ അടച്ചില്ലെങ്കിൽ 2 വർഷം കഠിന തടവ്. തെളിവ് നശിപ്പിച്ച 31ാം പ്രതി ലെമ്പു പ്രദീപിന് 3 വർഷം കഠിന തടവും 20,000 രൂപ പിഴയുമാണ് ശിക്ഷ. എരഞ്ഞിപ്പാലത്തെ പ്രത്യേക കോടതി ജഡ്ജി R നാരായണ പിഷാരടിയാണ് ശിക്ഷ വിധിച്ചത്. ഷിത, മീഡിയ 1, കോഴിക്കോട്. TP ചന്ദ്രശേഖരന്റെ കൊലയ്ക്ക് കാരണം രാഷ്ട്രീയ ശത്രുതയെന്ന് പ്രത്യേക കോടതി ജഡ്ജി R നാരായണ പിഷാരടി വിധിന്യായത്തിൽ വ്യക്തമാക്കി. ചന്ദ്രശേഖരനോട് രാഷ്ട്രീയ ശത്രുതയുള്ളവരുടെ ഉപകരണമായി കൊലയാളി സംഘം പ്രവർത്തിച്ചെന്നും വിധിയിൽ പറയുന്നു. കൊലയാളി സംഘം സ്ഥിരം കുറ്റവാളികളാണെന്ന വാദം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്നും വിധിന്യായത്തിലുണ്ട്. കോടതിയുടെ മാത്രമല്ല സമൂഹത്തിന്റെ മനസാക്ഷിയും ഞെട്ടിയ കൊലയാണ് TP ചന്ദ്രശേഖരൻ്റേത്. വൈകാരികത ഉയർത്തിവിട്ട സംഭവമാണെങ്കിലും കോടതിയെ അത് സ്വാധീനിക്കില്ലെന്ന് വിധിയുടെ തുടക്കത്തിൽ പറയുന്നുണ്ട്. TP ചന്ദ്രശേഖരൻ അന്നാട്ടിലെ ശ്രദ്ധേയനായ ഒരു പൊതുപ്രവർത്തകനും പുതുതായി രൂപീകരിച്ച പാർട്ടിയുടെ നേതാവുമായിരുന്നു. ചന്ദ്രശേഖരന്റെ വധത്തിനു കാരണം രാഷ്ട്രീയ ശത്രുതയാണ്. വ്യക്തിപരമായ ശത്രുത കൊലക്ക് പിറകിലില്ലെന്നും വിധിയിൽ വ്യക്തമാക്കുന്നുണ്ട്. 1 മുതൽ 7 വരെ പ്രതികളായ കൊലയാളി സംഘം TPയോട് രാഷ്ട്രീയ ശത്രുത വെച്ചവരുടെ ഉപകരണമായി പ്രവർത്തിച്ചു. എന്നാൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ സാധാരണയാണെന്നും വിധിയിൽ തുടർന്നു പറയുന്നു. മുൻകൂട്ടി നിശ്ചയിച്ചതും ആസൂത്രിതവുമാണ് കൊലപാതകം. പ്രാകൃതം, മൃഗീയം, ഭീതിതം തുടങ്ങിയ പദങ്ങളാണ് കൊലയെ വിശേഷിപ്പിക്കാൻ കോടതി ഉപയോഗിച്ചിരിക്കുന്നത്. കൊലയാളി സംഘത്തിലെ 7 പേർ സ്ഥിരം കുറ്റവാളികളാണെന്ന് പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചെങ്കിലും അതിനുള്ള തെളിവുകൾ ഹാജരാക്കിയില്ലെന്ന് വിധിയിലുണ്ട്. TP ചന്ദ്രശേഖരന്റെ വധം അതീവ ക്രൂരമാണെന്ന് വിശേഷിപ്പിക്കാൻ പരമാവധി വാക്കുകൾ ജഡ്ജി വിധിന്യായത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കൊലയ്ക്ക് പിറകിലെ രാഷ്ട്രീയ കാരണമാണ് വരും ദിവസങ്ങളിൽ ചർച്ചയാകാൻ പോകുന്നത്. കോഴിക്കോട് നിന്നും MK ഷുക്കൂർ, മീഡിയ 1. വിധിന്യായത്തിലെ പരാമർശം രാഷ്ട്രീയ ഗൂഢാലോചനയെ തെളിയിക്കുന്നുണ്ടോ? വിഷയത്തിൽ പ്രതികരിക്കാൻ NM പിയേഴ്സൺ, രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവർ ചേരുന്നു. കൂടാതെ MV ഗോവിന്ദൻ മാസ്റ്റർ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. MV ഗോവിന്ദൻ മാസ്റ്റർ, ഇന്നത്തെ വിധിന്യായത്തിൽ
വ്യക്തിവിരോധമല്ല, വ്യക്തിവൈരാഗ്യമല്ല, കൊലയാളി സംഘത്തിലെ ആരുടെയും വ്യക്തിവൈരാഗ്യമല്ല കൊലയ്ക്ക് കാരണമെന്ന് വിധിന്യായത്തിൽ പറയുന്നു. CPM നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം, രാഷ്ട്രീയ വിരോധം കൊണ്ട് TP ചന്ദ്രശേഖരനെ വധിക്കാൻ മാത്രം വിഡ്ഢികളല്ല CPM എന്ന് നേരത്തെ തന്നെ CPM പല പ്രാവശ്യം ആവർത്തിച്ച് പ്രസ്താവിച്ചിട്ടുള്ളതാണ്. ഇന്നത്തെ വിധിന്യായം ചൂണ്ടിക്കാട്ടുന്നത് രാഷ്ട്രീയ ഗൂഢാലോചന, രാഷ്ട്രീയ ശത്രുത ഇതൊക്കെയാണ് കൊലയ്ക്ക് പിന്നിൽ എന്നല്ലേ? അല്ല, ഞങ്ങൾ അന്നും ഇന്നും പറഞ്ഞിട്ടുള്ളത് ഒന്ന് തന്നെയാണ്. ഇന്നത്തെ പരിസ്ഥിതിയിലും അന്നത്തെ പരിസ്ഥിതിയിലും വളരെ വ്യക്തിയോടുകൂടി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യം, CPIM ഇതുപോലുള്ള കൊലപാതകം ആസൂത്രണം ചെയ്യുകയോ സംഘടനാപരമായിട്ട് തീരുമാനിച്ച് നടപ്പിലാക്കുകയോ ചെയ്തിട്ടില്ല. സംസ്ഥാന കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ ഏതെങ്കിലും കമ്മിറ്റികളോ സംഘടനാപരമായിട്ട് ഈ കാര്യം ആലോചിക്കുന്നതുമല്ല. എന്റെ ഗുണഭോക്താവ് ആരാണ് എന്ന അന്നത്തെ ചോദ്യം ഇന്നും പ്രസക്തമായ ചോദ്യം തന്നെയാണ്. അതുപോലെ തന്നെ ഈ സംഭവത്തെ റൈറ്റ്. MV ഗോവിന്ദൻ മാസ്റ്റർ തിരികെ എത്താം. NM പിയേഴ്സൺ, ഇവിടെ ഇന്നത്തെ വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് കൊലയാളി സംഘത്തിൽപ്പെട്ട ആർക്കും TP ചന്ദ്രശേഖരനോട് വ്യക്തിവിരോധമുണ്ടായിരുന്നില്ല. ഇതിനു പിന്നിൽ രാഷ്ട്രീയ ശത്രുതയാണുള്ളത്. RMP പോലെ ഉയർന്നു വരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തകർക്കാൻ, അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടുള്ള ശത്രുതയാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് ചൂണ്ടിക്കാട്ടുന്നു. യഥാർത്ഥത്തിൽ CPM അതിൻ്റെ നേതൃത്വം ആലോചിച്ചെടുത്ത ഒരു തീരുമാനപ്രകാരമല്ല എന്ന MV ഗോവിന്ദൻ മാസ്റ്ററുടെ വാദം സാധുവാകുന്നുണ്ടോ? അല്ല, ഈ കേസിൻ്റെ പ്രധാനപ്പെട്ടതും പ്രസക്തവുമായിട്ടുള്ള കാര്യം, കൊലപാതകം നടന്നതിന് ശേഷം കേരളത്തിലെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ കൊലപാതകത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രചോദന ശക്തി എന്ന് പറയുന്ന അതിൻ്റെ ഒരു മോട്ടീഫ്, ഏത് കൊലപാതകത്തിനും ഒരു മോട്ടീഫ് ഉണ്ടായിരിക്കും. ഈ കൊലപാതകത്തിൻ്റെ അത്തരത്തിലുള്ള മോട്ടീഫ് എന്താണ് എന്ന് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അറിയാവുന്നൊരു കാര്യം, അത് രാഷ്ട്രീയമാണ് എന്ന് തന്നെയാണ്. അത് വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ കണ്ടെത്താനായിട്ട് കോടതിക്ക് കഴിഞ്ഞു എന്നുള്ളതും, കോടതി അതിലുപയോഗിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ അനിമോസിറ്റി എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ മൃഗീയത എന്നാണ് അത് വിശേഷിപ്പിക്കപ്പെടാവുന്നത്. അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ മൃഗീയതയുടെ ഫലമായിട്ടാണ് ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നും അതിൽ അതിശക്തമായിട്ടുള്ള ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്നുമാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. ഇത് കേരളത്തിൻ്റെ പൊതുസമൂഹം മുൻപ് തന്നെ മനസ്സിലാക്കിയതും വലിയ ശക്തമായിട്ടുള്ള രീതിയിൽ വാദങ്ങൾ ഉയർത്തപ്പെട്ടതുമായ കാര്യമായിരുന്നു എങ്കിൽ പോലും കോടതി അത് അംഗീകരിച്ച സമയത്താണ് യഥാർത്ഥത്തിൽ അതിനെ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ സ്വഭാവം കൈവന്നിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. കേരളത്തിൽ പ്രത്യേകിച്ച് വടക്കേ മലബാറിൽ നിലനിന്നിരുന്ന രാഷ്ട്രീയ കൊലപാതകം എന്ന് പറയുന്നത് ഒരു പാർട്ടി അതിൻ്റെ എതിരാളികളെ മുഴുവൻ കൊന്നൊടുക്കുകയും അങ്ങനെ കൊന്നൊടുക്കി കഴിഞ്ഞാൽ കൊന്നൊടുക്കിയതിന് ശേഷം പ്രതികളെ സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരികയും പോലീസും അതേപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഡമ്മി പ്രതികളുടെ ലിസ്റ്റ് അവതരിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള സംവിധാനമാണ് തുടർന്നു പോന്നിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് രാഷ്ട്രീയ പകയാണ് എന്നും ഈ കൊലപാതകം സമ്പൂർണ്ണമായിട്ടുള്ള രീതിയിൽ രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. റൈറ്റ്. NM പിയേഴ്സൺ തിരികെ എത്താം. MV ഗോവിന്ദൻ മാസ്റ്റർ, ഇവിടെ 2 ജില്ലകളിൽ നിന്നുള്ള CPMൻ്റെ പ്രാദേശിക നേതാക്കൾ ഈ കൊലപാതകത്തിൻ്റെ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നു, അവർക്ക് ശിക്ഷ ലഭിച്ചിരിക്കുന്നു. ഒരു പാർട്ടി, CPM പോലുള്ള ഒരു പാർട്ടിയുടെ 2 ജില്ലകളിലെ പ്രാദേശിക നേതാക്കൾ ഒരു സംഭവത്തിൽ ഉൾപ്പെടുമ്പോൾ അത് മേൽഘടകങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നത് എത്രമാത്രം വിശ്വാസ്യത ലഭിക്കുന്ന വാദമാണ്? മടങ്ങിയെത്താം. ടെലിഫോൺ ബന്ധത്തിൽ തകരാറുണ്ട്. NM പിയേഴ്സൺ, CPM പോലുള്ള ഒരു ലെനിനിസ്റ്റ് സംഘടന അല്ലെങ്കിൽ ലെനിനിസ്റ്റ് രാഷ്ട്രീയ കക്ഷി, അതിൻ്റെ സംഘടനാ സവിശേഷത അനുസരിച്ച് എങ്ങനെയാണ് 2 ജില്ലകളിലുള്ള നേതാക്കൾ മേൽഘടകത്തിൻ്റെ അറിവോ അനുമതിയോ കൂടാതെ ഇത്തരത്തിലൊരു സംഭവത്തിൽ ഉൾപ്പെടുന്നത്? തീർച്ചയായിട്ടും 2 ജില്ലകളിൽ നിന്ന് വരുന്ന ഈ നേതാക്കന്മാർ അവർ ഏകോപിതമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിന് മുകളിലുള്ളതായിട്ടുള്ള നേതൃത്വത്തിൻ്റെ ഒത്താശകളുണ്ടായിരിക്കണം. അവരുടെ ആവശ്യപ്രകാരം മാത്രമാണ് അവർ ഈ കാര്യത്തിൽ ഇടപെട്ടുണ്ടാകാൻ സാധ്യതയുള്ളത്. പ്രത്യേകിച്ച് കുഞ്ഞനന്ദനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതിൻ്റെ ഒരു ഉപകരണം മാത്രമാണ്. അതിനപ്പുറമായിട്ട് അദ്ദേഹത്തെ നമുക്കൊരിക്കൽ പോലും കാണാനായിട്ട് കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കേഡർ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഏരിയ കമ്മിറ്റി തലത്തിലുള്ളതായിട്ടുള്ള നേതാക്കന്മാർ
അവരെടുക്കുന്നതായിട്ടുള്ള തീരുമാനങ്ങൾ, അതിന് മുകളിലുള്ളതായിട്ടുള്ള കമ്മിറ്റികൾ എടുക്കുന്ന തീരുമാനമോ അല്ലെങ്കിൽ നേതാക്കൾ എടുക്കുന്നതായിട്ടുള്ള തീരുമാനങ്ങളോ നടപ്പിലാക്കുക എന്ന് പറയുന്നതായിട്ടുള്ള പ്രക്രിയയാണ് അവർ ചെയ്യുന്നത്. ഇവിടെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് രാമേന്ദ്രനും അതേപോലെ കണ്ണൂർ ജില്ലയിൽ നിന്ന് കുഞ്ഞനന്ദനും സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ടെങ്കിൽ ആ 2 ജില്ലയും ഏകോപിപ്പിക്കുന്ന തരത്തിലേക്ക് മുകളിലുള്ള നേതൃത്വത്തിൻ്റെ പങ്കാളിത്തം എന്ന് പറയുന്നത് വളരെ പ്രസക്തമാണ്, വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയുള്ളൂ. അത് തന്നെയാണ് ലെനിനിസ്റ്റ് സംഘടനാ സംവിധാനത്തിൻ്റെ പ്രത്യേകത എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ വേണമെങ്കിൽ വാദത്തിന് അതെല്ലാം തള്ളിക്കളയാം എന്ന് മാത്രമേ ഉള്ളൂ. NM പിയേഴ്സൺ, പക്ഷേ ഈ 2 ജില്ലകളിൽ നിന്നുള്ള നേതാക്കൾക്കെതിരെയുള്ള കേസ് കെട്ടിച്ചമച്ചതാണ്, അവർ കുറ്റവാളികളല്ല എന്ന വാദം തന്നെയാണ് ഇപ്പോഴും CPM-നുള്ളത്. അവരെ രക്ഷിക്കാൻ വേണ്ടി നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകും എന്ന് CPM പറയുമ്പോൾ തികച്ചും പ്രാദേശികമായ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ നടന്ന ഒരു കൊലപാതകമാണ് ഇത് എന്ന് CPM-ന്റെ വാദത്തിന് ബലം നൽകുന്നുണ്ട്. കാരണം 2 ജില്ലകളിലുള്ള അല്ലെങ്കിൽ മേൽഘടകങ്ങളിലുള്ള 2 പാർട്ടി നേതാക്കൾ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ശക്തമായി CPM വാദിക്കുമ്പോൾ. അല്ല, CPM-ന്റെ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വ്യക്തി കേന്ദ്രീകൃതമായിട്ട് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയുന്നതാണ് എന്ന് CPM പറഞ്ഞാൽ എന്താണ് CPM എന്ന് പറയുന്നതായിട്ടുള്ള സംഘടനയുടെ സംഘടനാപരമായിട്ടുള്ള ശക്തി, അതിൻ്റെ സ്രോതസ് എന്താണ്? ഇതുവരെയും കേരളത്തിലും അതേപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ എന്ന് വെച്ചാൽ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലും അതേപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാ സംവിധാനത്തെക്കുറിച്ച് അവർ ഇതുവരെ പുലർത്തിപ്പോന്നിരുന്നതായിട്ടുള്ള വസ്തുതകളിൽ നിന്നും അതേപോലെ തന്നെ രീതിശാസ്ത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് ഇത്തരത്തിലൊരു പ്രത്യേക കേസ് ഉണ്ടാകുമ്പോൾ മാത്രം അവർ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസ്യതയും അവരുടെ പാർട്ടി സംഘടനാ സംവിധാനത്തെയും തകർക്കുന്ന തരത്തിലുള്ള വാദമുഖങ്ങൾ മാത്രമാണ് അതെന്ന് നമുക്ക് കാണാവുന്നതാണ്. പക്ഷേ ഇവിടെ കോടതിയിൽ ഗൂഢാലോചന, CPM-ന്റെ മേൽഘടകങ്ങൾക്ക് ഗൂഢാലോചനയിൽ പങ്കുള്ളതായി തെളിയിക്കുന്ന ഒരു തെളിവും പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തരത്തിൽ ഒരു തെളിവും ഇല്ലാതിരിക്കെ CPM-നെതിരെ നിരന്തരം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളം രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് നീണ്ട ചരിത്രങ്ങളുള്ള ഒരു നാടാണ്. ഇത്തരം പ്രാദേശികമായ വിഷയങ്ങളുടെ പേരിൽ വിവിധ പാർട്ടികൾ തമ്മിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കാറുണ്ട്. പക്ഷേ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ മാത്രം ഇത്തരത്തിൽ CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെയെങ്കിലും അറിവോടുകൂടിയാണ് ഇത്തരം കൊലപാതകങ്ങൾ നടക്കുന്നത് എന്നത് നിരന്തരം വാദിക്കപ്പെടുന്നത് CPM വിരോധത്തിൻ്റെ ഭാഗമായി കാണേണ്ടതല്ലേ? അല്ല, CPM വിരോധത്തിൻ്റെ പേരിൽ അത്തരത്തിൽ വാദങ്ങൾ ഉയർത്താം എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇവിടുത്തെ യാഥാർത്ഥ്യം എന്താണ്? കോഴിക്കോട് ജില്ലയിൽ രൂപീകരിക്കപ്പെട്ട അല്ലെങ്കിൽ ഒഞ്ചിയത്ത് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള RMB ഏത് തരത്തിലാണ് CPM എന്ന് പറയുന്നതായിട്ടുള്ള സംഘടനയെ ബാധിച്ചത് എന്ന് പരിശോധിക്കുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള രീതിയിൽ ആരോപിക്കപ്പെടുകയും തെളിയിക്കപ്പെടുകയും ചെയ്യുന്നതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. പാർട്ടി ഭരിച്ചിരുന്നതായിട്ടുള്ള ഒഞ്ചിയം പഞ്ചായത്തിൻ്റെ ഭരണാധികാരം എന്ന് പറയുന്നത് പാർട്ടിക്ക് നഷ്ടപ്പെട്ടു. യഥാർത്ഥത്തിൽ അത് നഷ്ടപ്പെടുന്നത് RMB എന്ന് പറയുന്നതായിട്ടുള്ള പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടായതിൻ്റെ ഫലമായിട്ട് തന്നെയാണ്. രണ്ടാമത്, വടകരയിൽ ഒരു കാലത്തും പ്രതീക്ഷിക്കാത്ത തരത്തിൽ പാർലമെൻറ്റ് നിയമമണ്ഡലത്തിലേക്ക് നടന്നതായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ പാർട്ടി പരാജയപ്പെട്ടു. പാർട്ടിയുടെ അധികാരവും അതേപോലെ തന്നെ പാർട്ടിയുടെ കീഴിലുള്ളതായിട്ടുള്ള അണികളുമൊക്കെ പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന സാഹചര്യം വന്ന സമയത്ത് അതിനെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടി പാർട്ടി കണ്ടെത്തിയതായിട്ടുള്ള ഒരു ഗുണ്ടാ സംഘ രൂപീകരണത്തിൻ്റെ മാഫിയ പ്രവർത്തനത്തിൻ്റെയും ഫലമായിട്ടാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത് എന്നത് കേരളത്തിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് അന്ന് മുതൽ ഇന്ന് വരെ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരുന്ന, കണ്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരുന്ന, അറിഞ്ഞുകൊണ്ടിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സംശയരഹിതമാണ്. കോടതിയുടെ മുന്നിലുള്ള പ്രശ്നം അത് തന്നെയാണ്. കൊന്നവരാര്, കൊല്ലിച്ചവരാര് എന്നതിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടുള്ള അറിവുള്ള ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ എങ്ങനെയാണ് നീതിന്യായ വ്യവസ്ഥയെ അവതരിപ്പിക്കാനും അതിനെ സത്യത്തോട് കൂട്ടിച്ചേർക്കാനും സത്യസാക്ഷാത്കാരത്തിൻ്റെ മുന്നിൽ നിൽക്കാനും കഴിയുക എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ നീതിന്യായ വ്യവസ്ഥ നേരിട്ട വെല്ലുവിളി. ആ വെല്ലുവിളിയെ ഒരു പരിക്ക് കൂടാതെ യഥാർത്ഥത്തിൽ പരിപാലിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ ജഡ്ജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ വിധിയുടെ പ്രസക്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. NM പിയേഴ്സൺ, വടകര പോലെ ഒരു ലോക്സഭാ മണ്ഡലം CPM-ന് നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ തികച്ചും രാഷ്ട്രീയമായ തിരിച്ചടി നേരിടാവുന്ന ഒരു കൃത്യം CPM-ന്റെ സംസ്ഥാന നേതൃത്വം ആലോചിച്ച് ആസൂത്രണം ചെയ്ത് കീഴ്ഘടകങ്ങളിലേക്ക് പറഞ്ഞ് നടപ്പിലാക്കും എന്ന് കരുതുന്നത് വിഡ്ഢിത്തരമല്ലേ? അല്ല, സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഇടപെടൽ ഉണ്ട് എന്ന് പറയുന്ന ആരോപണമില്ല എങ്കിൽ പോലും CPM നേതൃത്വത്തിൽപ്പെട്ട പല വ്യക്തികളുടെയും എന്നുവെച്ചാൽ രാഷ്ട്രീയപരമായിട്ടുള്ള CPM നേതൃത്വത്തിൻ്റെ പങ്ക് ഇതിൽ നമുക്കില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റാത്ത തരത്തിലാണ് സംഭവവികാസങ്ങളെല്ലാം സംഭവിച്ചിട്ടുള്ളത്. യുക്തിപരമായിട്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ, കണ്ണൂർ ജില്ലയിൽ നടന്നായിട്ടുള്ള ഏത് കൊലപാതകങ്ങളാണ് CPM-നെ വളർത്തിയിട്ടുള്ളത്?
കൊലപാതക രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വളർത്താനായിട്ട് കഴിവുള്ളതല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നിട്ടും നിരന്തരമായിട്ട് കൊലപാതകങ്ങൾ നടന്നു. ആ കൊലപാതകങ്ങളെല്ലാം നടക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ശക്തി എന്താണ് എന്ന് ചോദിച്ചാൽ അത്തരത്തിലുള്ള കൊലപാതകങ്ങളിലൂടെ മാത്രമാണ് അണികളെ പിടിച്ചു നിർത്താൻ പറ്റുന്നതായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നുള്ളൂ എന്ന് പറയുന്ന വ്യാജ യുക്തികൾ മാത്രമാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം CPM-നെ പോലെയുള്ള അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വളർച്ചയും വികാസവും എന്ന് പറയുന്നത് ജനങ്ങളുടെ അടിത്തറയിലാണ്, ജനങ്ങളുടെ മനസ്സിലാണ്, ജനങ്ങളുടെ ഹൃദയത്തിലാണ്. കൊലപാതകങ്ങൾ എങ്ങനെയാണ് ഒരു പാർട്ടിയെ ജനങ്ങളുടെ ഹൃദയത്തിൽ സുസ്ഥാപിതമാക്കുക? അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞാൽ കണ്ണൂരിൽ നടന്നിട്ടുള്ള നൂറുകണക്കിന് കൊലപാതകങ്ങൾക്ക് ഉത്തരവാദിത്വം നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന് പറയുന്നതിന് ഉത്തരം കണ്ടെത്താൻ ഇപ്പോൾ ന്യായവാദം ഉന്നയിക്കുന്നതായിട്ടുള്ള നേതൃത്വത്തിന് കഴിയേണ്ടതാണ്. റൈറ്റ്. NM പിയേഴ്സൺ, കണ്ണൂർ ജില്ലയിൽ നടന്നിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അത് കണ്ണൂരിൻ്റെ ചരിത്രപരവും ഭൂമിശാസ്ത്രപരവുമായ മറ്റൊരു പശ്ചാത്തലമാണ്. പക്ഷേ ഒഞ്ചിയത്തുണ്ടായ വിഭാഗീയത, അതേ തുടർന്ന് പാർട്ടിയിൽ നിന്ന് ഒരു വിഭാഗം പുറത്തു പോകുന്നു, അവർ മറ്റൊരു രാഷ്ട്രീയ വേദി രൂപീകരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ അപൂർവമാണ് CPM ചരിത്രത്തിൽ. കാരണം മുൻപ് MV രാഘവൻ പാർട്ടി വിട്ടപ്പോഴും ഗൗരിയമ്മ പാർട്ടി വിട്ടപ്പോഴും ഇത്തരത്തിൽ സായുധമായി അതിനെ നേരിടാൻ CPM ഒരിക്കലും തയ്യാറായിരുന്നില്ല. അത്തരത്തിലൊരു സായുധമായ ആക്രമണം നടത്തുന്നത് രാഷ്ട്രീയ നഷ്ടക്കച്ചവടമാണ് എന്ന ഒരു ബോധ്യത്തിലായിരിക്കാം അവർ ചെയ്തത്. പക്ഷേ TP കേസിൽ മാത്രം ഇത്തരമൊരു സാഹസികതയ്ക്ക് CPM-നെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കും? അല്ല, MV രാഘവൻ്റെ കാര്യത്തിൽ തന്നെ അക്രമങ്ങളുണ്ടായി എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വീട് തീവച്ച് നശിപ്പിച്ചു, അതുപോലെ തന്നെ പാപ്പിനിശ്ശേരിയിൽ പാമ്പ് വളർത്തുകാരൻ തീയിട്ടു. അതൊക്കെ അക്രമത്തിൻ്റെ തന്നെ സ്വഭാവസവിശേഷതകളായിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ അന്ന് നടക്കുമ്പോൾ അതിനെ പരിമിതപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഇടപെടലുകൾക്കുള്ള സാധ്യതയുള്ള നേതൃത്വം അക്കാലത്തുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള പരിമിതികൾ കണ്ടെത്താൻ പറ്റുകയും ഇടപെടാൻ കഴിയുകയും ചെയ്യുന്നതായിട്ടുള്ള നേതൃത്വത്തിൻ്റെ അഭാവം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ വളരെ ദുർബലമായിട്ടുള്ള ഒരവസ്ഥ സൃഷ്ടിക്കുകയും അത് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളിലേക്ക് നയിക്കാനിടയായിട്ടുണ്ട് എന്ന് പറയുന്ന വാദം വേണമെങ്കിൽ നമുക്ക് ഉന്നയിക്കാവുന്നതാണ്. നേതൃത്വത്തിന് സംഭവിച്ചിരിക്കുന്നതായിട്ടുള്ള തകർച്ച തന്നെയാണ് യഥാർത്ഥത്തിൽ ആ പ്രസ്ഥാനത്ത് സംഭവിച്ചിരിക്കുന്നതായിട്ടുള്ള തകർച്ചയായിട്ട് ഇപ്പോൾ സാക്ഷാത്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രസ്ഥാനം എങ്ങനെയാണ് തകർന്നു പോവുക എന്ന് ചോദിച്ചാൽ അണികളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള അബദ്ധസഞ്ചാരങ്ങളെക്കാളൊക്കെ തന്നെ പ്രധാനപ്പെട്ടത് നേതൃത്വത്തിനുണ്ടാകുന്നതായിട്ടുള്ള അബദ്ധസഞ്ചാരങ്ങളാണ്, പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര രീതികളിൽ നിന്നുള്ള വ്യതിയാനങ്ങൾ. ഒഞ്ചിയത്ത് എന്തുകൊണ്ടാണ് RMP ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്കകത്ത് ഉയർന്നു വന്ന ആശയപരമായിട്ടുള്ള സമരത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു. VS ഉയർത്തിക്കൊണ്ടുവന്നിരുന്നതായിട്ടുള്ള ചില നിലപാടുകളുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് വേണ്ടി പോരടിക്കുന്നതായിട്ടുള്ളൊരു സംഘം എന്ന നിലക്ക് തന്നെയാണ് യഥാർത്ഥത്തിലുള്ള മാർക്സിസ്റ്റ് പാർട്ടി തങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ 1964 പരിപാടിക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നതായിട്ടുള്ള വ്യക്തികളുടെ കൂട്ടമാണ്, പാർട്ടിയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് RMP രൂപീകൃതമാകുന്നത്. അപ്പം അത്തരത്തിലുള്ള പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള നിലപാടെടുത്ത് ആ പാർട്ടി ജനങ്ങളിൽ വലിയ തോതിൽ അംഗീകാരം നേടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ നേരിടാനായിട്ട് കണ്ടെത്തിയ ഒരു മാർഗം എന്ന നിലക്ക് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ കൊലപാതകം നിർവഹിക്കപ്പെട്ടത് എന്നുള്ള കാര്യം. കോഴിക്കോട് DCC പ്രസിഡന്റ് KC അബു, പ്രോസിക്യൂഷൻ വിധി പ്രസ്താവന നടത്തിയതിനു ശേഷം പ്രതികരിച്ചത്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചത്, ഗൂഢാലോചന നടത്തിയവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാൻ, അവരെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുമ്പിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതാണ് TP വധക്കേസ് ശിക്ഷാവിധി നൽകുന്ന ഏറ്റവും നല്ല സന്ദേശം എന്ന്. അങ്ങനെയെങ്കിൽ ഗൂഢാലോചന എവിടെയാണ് നടന്നത്? അത് ഒഞ്ചിയത്ത് മാത്രം പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു കൃത്യമായിരുന്നു. ഈ കേസിൽ കുഞ്ഞനന്തൻ കണ്ണൂർ ജില്ലയിലെ CPM-ന്റെ ഉന്നത നേതൃത്വത്തിലുള്ള ഒരാളാണ്. അതേപോലെ തന്നെ ശിക്ഷിക്കപ്പെട്ട KC രാമചന്ദ്രൻ കോഴിക്കോട് ജില്ലയിലെ ഒഞ്ചിയത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ്. രണ്ട് ജില്ലയിലെ പ്രധാനപ്പെട്ട രണ്ടു നേതാക്കന്മാരെ ഈ ക്രൂരമായ കൊലപാതകം ചെയ്തതിന്റെ പേരിൽ ജീവപര്യന്തം ശിക്ഷ അവർക്കെതിരായി ബഹുമാനപ്പെട്ട കോടതി വിധിച്ചിരിക്കുകയാണ്. രണ്ട് ജില്ലയിലെ പാർട്ടിയുടെ ഉന്നതരായ നേതാക്കന്മാർ ഈ കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നതാണ് അവരിൽ ആരോപിക്കപ്പെട്ട തെളിയിക്കപ്പെട്ട കേസ്. രണ്ടു ജില്ലയിലെ നേതാക്കന്മാർ കൂടി ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്തുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അവരെ കോർഡിനേറ്റ് ചെയ്യുവാൻ അവർക്ക് മുകളിലുള്ള ഒരു നേതൃത്വം കൂടി
അവരുടെ നേതൃത്വത്തിന്റെ അറിവും സമ്മതത്തോടും കൂടി അല്ലാതെ ഇത് നടക്കില്ല എന്നാണ് പൊതുജനങ്ങൾ വിശ്വസിക്കുന്നത്. ഏതായാലും മാർക്സിസ്റ്റ് പാർട്ടി ടി.പി. ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ നിന്ന് അവർക്കൊരിക്കലും തന്നെ അവരുടെ കൈകൾ പരിശുദ്ധമാണ്, ചന്ദ്രശേഖരന്റെ രക്തത്തിന്റെ കറ CPM-ന്റെ കരങ്ങളിൽ പതിഞ്ഞിട്ടില്ല എന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ പ്രയാസമുണ്ടാക്കുന്ന ഒരു വിധിയാണ്. കെ.സി. അബു, കഴിഞ്ഞ 2 വർഷമായി പൊതുജനങ്ങൾക്ക് ഇത്തരത്തിൽ ധാരാളം സംശയങ്ങളുണ്ടായിരുന്നു ഇതിന്റെ ഗൂഢാലോചന ഏത് തലം വരെയാണ് എന്ന കാര്യത്തിൽ. പക്ഷേ ഇന്ന് തിരുവഞ്ചൂരിന്റെ പ്രസ്താവനയോടെ ഗൂഢാലോചന ഒഞ്ചിയത്തെ പ്രാദേശിക നേതൃത്വവും കണ്ണൂർ ജില്ലയിലെ ഒരു പ്രാദേശിക നേതാവും ചേർന്ന് ഗൂഢാലോചന നടത്തി നടപ്പാക്കിയ ഒരു കൃത്യത്തിൽ ഗൂഢാലോചകർക്ക് ശിക്ഷ കിട്ടി, അതുകൊണ്ട് ഈ കേസ് സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്നു എന്ന് തിരുവഞ്ചൂർ പറയുമ്പോൾ കേസ് ഫയൽ മടക്കി അതിന് പുറത്ത് ഒപ്പിടുന്ന ഒരു നടപടിയല്ലേ അത്? അതിന് മുകളിലേക്ക് ഒരു അന്വേഷണത്തിനുള്ള സാധ്യത പോലും തിരുവഞ്ചൂരിന്റെ പ്രസ്താവന അട്ടിമറിക്കുന്നു. കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒരു പുതിയ സംഭവമല്ല. പണ്ടൊക്കെ ഉണ്ടാകുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ കൊല നടത്തിയ പ്രതികളെ മാത്രമാണ് ശിക്ഷിക്കാറ്. സത്യത്തിൽ ഈ കൊലപാതകം നടത്തുന്നവർ അവര് ആരോ ചുമതലപ്പെടുത്തി ജോലി നിർവഹിക്കുന്നവരാണ്. ഈ കൊലക്കേസിൽ പ്രതികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രശേഖരനെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണുക പോലും ചെയ്തിട്ടില്ലാത്ത ആളുകളായിരിക്കാം. ചന്ദ്രശേഖരനോട് വ്യക്തിപരമായ അടുപ്പമോ വിരോധമോ ഇല്ലാത്തവരാണ്. അപ്പൊ അവരെ കൊണ്ട് ഈ ക്രൂരകൃത്യം ചെയ്യിച്ചവരെ കൂടി പ്രതിയാക്കുവാനും അവർക്ക് കൂടി ശിക്ഷ വാങ്ങിക്കൊടുക്കുവാനും സാധിച്ചു എന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ ഒരു വലിയ ഒരു മാറ്റമായി ഞങ്ങൾ കാണുകയാണ്. കെ.സി. അബു, അങ്ങനെയാണെങ്കിൽ മോഹനൻ മാസ്റ്ററെ പ്രതി ചേർത്തത് പ്രോസിക്യൂഷന് പറ്റിയ അബദ്ധമാണെന്ന് വ്യാഖ്യാനിക്കപ്പെടും. കാരണം മോഹനൻ മാസ്റ്റർക്കെതിരെ തെളിവ് ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല, അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല എന്നിരിക്കെ ഈ പറഞ്ഞ ഒഞ്ചിയത്തെയും കണ്ണൂർ ജില്ലയിലെയും ഒരു 2 പ്രാദേശിക നേതാക്കൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു കൃത്യമാണ് എന്ന് വരുന്നു ഇന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രസ്താവനയോടെ. കാരണം കൂടുതൽ അന്വേഷണം നടത്തി ഇതിന് മുകളിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന ആവശ്യം പോലും തിരുവഞ്ചൂർ ഉയർത്തുന്നില്ല. കുഞ്ഞനന്ദൻ എന്ന് പറയുന്നയാള് ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. അതുപോലെ കെ.സി. രാമൻ ഏരിയ കമ്മിറ്റിയിൽ ഭാരവാഹിയായ ആളാണ്. മോഹനൻ മാഷ് ഒരു സംശയത്തിന്റെ ആനുകൂല്യത്തിൽ താൽക്കാലികമായി ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. കോടതി വിധി പ്രസ്താവിക്കുന്ന വേളയിൽ അദ്ദേഹം ഈ കോടതി മുറിയിൽ വെച്ച് ഈ കുഴഞ്ഞു വീണത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് അതുപോലെയുള്ള ശാരീരികമായ അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ടായത്, അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹം ഈ കേസിൽ തീർത്തും നിരപരാധിയാണ് എന്നൊന്നും പറയാൻ സമയമായിട്ടില്ല. സംശയത്തിന്റെ ആനുകൂല്യത്തിൽ താൽക്കാലികമായി മോഹനൻ മാഷ് രക്ഷപ്പെട്ടു എന്ന് മാത്രമേ നമുക്ക് കരുതുവാൻ കഴിയുകയുള്ളൂ. ഈ പ്രതിപക്ഷ നേതാവ് അച്യുതാനന്ദൻ തന്നെ പറഞ്ഞല്ലോ, അരി ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് പോലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഈ ക്രൂരമായ കൊലപാതകത്തിൽ പങ്കില്ല എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് പാർട്ടിക്ക് പങ്കില്ല എന്നല്ല, പാർട്ടിയുടെ ഏത് തലത്തിലാണ് ഇതിൽ പങ്ക് എന്ന കാര്യത്തിലാണ് തർക്കം. കാരണം പാർട്ടിയുടെ ഉന്നത നേതാക്കളിലേക്ക് അന്വേഷണം നീങ്ങിയപ്പോഴാണ് ഈ കേസ് അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു എന്ന ആരോപണം കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായത്. ഏതായാലും ഇപ്പൊ ബഹുമാന്യനായ മുൻ ആഭ്യന്തര മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോലും പറഞ്ഞത് CBI അന്വേഷണം നടക്കട്ടെ എന്നാണ്. അതുപോലെ പൊതുജനങ്ങൾ പറയുന്നത് CBI അന്വേഷണം നടക്കട്ടെ എന്നാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെക്കാളും ബഹുജനങ്ങളെക്കാളും ഒക്കെ നാം ശ്രദ്ധിക്കേണ്ടത്, വിലമതിക്കേണ്ട അഭിപ്രായം കൊല ചെയ്യപ്പെട്ട ചന്ദ്രശേഖരന്റെ ഭാര്യയായിട്ടുള്ള രമയുടെ അഭിപ്രായമാണ്. അവർ ഈ വിധിയിൽ പൂർണ്ണ സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ഈ കേസ് അതിസാഹസികമായി അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവര് അഭിനന്ദിച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷൻ നടത്തിയ അഭിഭാഷകരെ അവര് അനുമോദിക്കുകയാണ് ചെയ്തത്. അവര് പറയുന്നത് ഇനിയും പ്രതികളുണ്ട്, ആരുടെയൊക്കെ കൈകൾ ഈ കൊലപാതകത്തിൽ. കെ.സി. അബു, ദയവായി തുടരുക. ടെലിഫോൺ ലൈനിൽ എം സ്വരാജ് ചേരുന്നു. എം സ്വരാജ്, മറ്റൊരു അന്വേഷണം, ഒരു CBI അന്വേഷണം കൊണ്ട് ഉന്നത തലത്തിലെ ഗൂഢാലോചന തെളിയിക്കണമെന്നാണ് ടി.പി. ചന്ദ്രശേഖരന്റെ വിധവ കെ രമയുടെ ആവശ്യം. കെ.സി. അബുവും അത് തന്നെ പറയുന്നു. തിരുവഞ്ചൂരോ മറ്റോ അല്ല അക്കാര്യം പറയേണ്ടത്. അന്വേഷണം പൂർണ്ണമാണ് എന്ന് പറയേണ്ടത് തിരുവഞ്ചൂരല്ല, പൊതുജനങ്ങളാണ്, ടി.പിയുടെ ബന്ധുക്കളാണ് എന്ന്. ഒരു CBI അന്വേഷണത്തിലൂടെ കൂടുതൽ ഗൂഢാലോചന തെളിയിക്കപ്പെടുമോ? പൊതുജനങ്ങളുടെ ആകെ അഭിപ്രായം ശ്രീ കെ.സി. അബു പറഞ്ഞാൽ അതെങ്ങനെയാ ശരിയാവുക?
അദ്ദേഹം കോൺഗ്രസിന്റെ അഭിപ്രായം പറയട്ടെ. പൊതുജനങ്ങളുടെ ആകെ അഭിപ്രായം പറയാൻ അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക്, അദ്ദേഹത്തിനെന്നല്ല ഏതെങ്കിലും ഒരാൾക്ക് സാധിക്കുമെന്ന് എനിക്ക് സംശയമാണ്. 2 കൊല ചെയ്യപ്പെട്ടയാളുടെ വിധവ, അവർക്ക് പല അഭിപ്രായങ്ങളും ഉണ്ടാവും. അവർക്കിനിയിപ്പോ ഏതന്വേഷണം വന്നാലും അതിൽ തൃപ്തി ഉണ്ടാവുമോ എന്നൊന്നും പറയാൻ കഴിയില്ല. അതിനനുസരിച്ച് പ്രഖ്യാപിക്കാനുള്ളതല്ല CBI അന്വേഷണം. ഒരു കേസിൽ CBI അന്വേഷണം വേണം എന്നുണ്ടെങ്കിൽ അതിന് പുതിയ തെളിവുകൾ വേണ്ടേ? അങ്ങനെ പുതിയ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ ഇവരുടെ പക്കൽ? അപ്പൊ ഇതിന്റെ പിന്നിലുള്ള ഒരു രാഷ്ട്രീയമായ ഉദ്ദേശമാണ്. CPIM-നെ ഇല്ലാതാക്കുക എന്നതായിരുന്നല്ലോ KC അബു ഉൾപ്പെടെയുള്ള തൽപര കക്ഷികളുടെ ആഗ്രഹം. അല്ലാതെ ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ പ്രതികളെ ശിക്ഷിക്കുക എന്നതായിരുന്നില്ല. അതാണ് ഇവിടെ പൊളിഞ്ഞിരിക്കുന്നത്. ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയെന്ന് ആരോപിക്കുന്ന പ്രതികളെ സംബന്ധിച്ചുള്ള ശിക്ഷയാണ് വിധിച്ചത്. 76 പേരുടെ പേരിലെടുത്ത കേസാണല്ലോ ഈ കേസ്. 64 ആളെ ഈ ശിക്ഷാവിധികളിൽ നിന്ന് ഒഴിവാക്കുന്ന നിലയല്ലേ ഉണ്ടായത്. ഇതിന്റെ എല്ലാം ഉദ്ദേശം എന്തായിരുന്നു? CPIM-നെ തകർക്കുക ഈ കേസിന്റെ ചെലവിൽ. അതാണിപ്പോ പൊളിഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ടും വിഷമം വരും. അപ്പോ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടും. അത് കഴിഞ്ഞാൽ മറ്റൊരാവശ്യം വേണമെന്ന് ആവശ്യപ്പെടും. അതൊക്കെ സ്വാഭാവികമാണ്. ആ രാഷ്ട്രീയ താല്പര്യങ്ങളെ തിരിച്ചറിയാൻ കേരളത്തിൽ എല്ലാ ജനങ്ങൾക്കും സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എം സ്വരാജ്, കണ്ണൂർ ജില്ലയിലെ നേതാവായ കുഞ്ഞനന്തനും അതേസമയം ഒഞ്ചിയത്തെ പ്രാദേശിക നേതാക്കളും തമ്മിൽ ഗൂഢാലോചന നടന്നു എന്ന് കോടതി പറയുമ്പോൾ പാർട്ടിയുടെ മേൽഘടകങ്ങൾക്ക് ഇക്കാര്യത്തിൽ അറിവില്ല എന്ന നിരന്തരമായ CPM-ന്റെ വാദം പൊതുജനം വിശ്വസിക്കുമെന്ന് കരുതുന്നുണ്ടോ? നിങ്ങൾ ഏത് ലോകത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ചേർന്ന് ആസൂത്രണം ചെയ്തിട്ട് ഈ കൊലപാതകം നടന്നു എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? സഖാവ് കുഞ്ഞനന്തനെ ഇപ്പോ ഇതിൽ ശിക്ഷിച്ചിട്ടുണ്ട്. അത് മേൽക്കോടതിയിൽ നിലനിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കുഞ്ഞനന്തന്റെ പേരിൽ ഒരു തെളിവുമില്ല. അദ്ദേഹം ഒരു അപ്പീലിന്റെ ഭാഗമായി കോടതിയെ കൂടുതൽ വസ്തുതകൾ ബോധ്യപ്പെടുത്തി ശരിയായ നിലപാട് കോടതിക്ക് സ്വീകരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന ആരോപിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ശേഷം കേരളത്തിൽ എത്ര കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെന്നറിയും. രാഷ്ട്രീയ സ്വഭാവമുള്ള കൊലപാതകം. അതിലേതെങ്കിലും ഗൂഢാലോചന എന്ന് പറഞ്ഞ് ഏതെങ്കിലും അന്വേഷണം ഉണ്ടായതായി നിങ്ങൾക്ക് KC അബുവിന്റെ പാർട്ടിയുടെ തൃശൂരിലെ മണ്ഡലം കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റും സെക്രട്ടറിയും കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് വല്ല വ്യാകുലതയുണ്ടോ? അതിനെ സംബന്ധിച്ച് അവിടുത്തെ ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാർ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് എന്താണെന്ന് അദ്ദേഹത്തിന് അറിയൂ? ഓർമ്മയുണ്ടോ? അപ്പൊ ഇതൊക്കെ സൗകര്യപൂർവ്വം വിസ്മരിച്ച് നിർഭാഗ്യകരമായ ഒരു കൊലപാതകത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇല്ലാതാക്കുന്നതിനുള്ള ഉപായമായി സ്വീകരിക്കുകയും ആ കൊലപാതകം അങ്ങ് ആഘോഷിച്ചു കളയാം എന്ന മാനസികാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നത് ദൗർഭാഗ്യകരമെന്ന് മാത്രമേ മിതമായി പറയാനാവൂ. സുരാജ്, ഒന്നുകൂടി ചോദിക്കട്ടെ. വടകര ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ രാഷ്ട്രീയ നേട്ടത്തിന് പോലും ഭീഷണിയാവുന്ന തരത്തിലാണ് TP വധക്കേസ് മാധ്യമങ്ങൾ ചർച്ച ചെയ്തത്. യഥാർത്ഥത്തിൽ CPM-ന്റെ താല്പര്യത്തിന് വിരുദ്ധമായാണ് ഒഞ്ചിയത്തെ സഖാക്കൾ ഇക്കാര്യം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതെങ്കിൽ ആ സഖാക്കളെ സംരക്ഷിക്കുന്ന നിലപാട് എന്തുകൊണ്ടാണ് CPM കൈക്കൊള്ളുന്നത്? അവർക്കെതിരെ ആദ്യം തന്നെ പാർട്ടി കമ്മീഷൻ അന്വേഷണം പ്രഖ്യാപിച്ച് ആ നേതാക്കൾക്കെതിരെ നടപടിയെടുക്കേണ്ടതല്ലേ? അല്ല, ഞാൻ ഇതിന് മറുപടി പറയാം. നിങ്ങളുടെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി ഞാൻ പറയാം. അതിനു മുൻപ് താങ്കളോട് ഉൾപ്പെടെ എനിക്കൊരു ചോദ്യമുണ്ട്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ താങ്കളോടും ഈ ചർച്ചയുടെ ഭാഗമായി മാറുന്ന മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരായ സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കുന്നത്, ചന്ദ്രശേഖരന്റെ വധം മാത്രം എന്തേ നിങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നു? മറ്റ് ജീവനുകൾക്കൊന്നും ഒരു വിലയുമില്ലേ? ലാൽജി കൊള്ളന്നൂരിന്റെയും മധു ഈച്ചറത്തിന്റെയും കൊലപാതകം എന്തേ നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല? പട്ടാപ്പകൽ കഷണങ്ങളായി വെട്ടിനുറുക്കി സാംസ്കാരിക തലസ്ഥാനത്ത് വെച്ച് കൊന്ന ആ കൊലപാതകങ്ങൾ എന്തേ നിങ്ങൾക്ക് താല്പര്യമില്ല? ഫാസിലിന്റെയും ദീപുവിന്റെയും വിനീഷിന്റെയും നാരായണൻ നായരുടെയും കൊലപാതകം എന്തേ ചർച്ച ചെയ്യുന്നില്ല? നിങ്ങൾ മനുഷ്യജീവന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിലയിടുന്നത്? നിങ്ങളെ നയിക്കുന്നത് രാഷ്ട്രീയ താല്പര്യമാണ്. നിങ്ങളെ നയിക്കുന്നത് CPIM-ന്റെ ചോര കുടിക്കണമെന്നതാണ്. അത് വിലപ്പോവില്ല. വിധിന്യായത്തിൽ പറഞ്ഞ ഒരു വാചകം വ്യക്തിപരമായ വിരോധവും പ്രാദേശികമായ രാഷ്ട്രീയ വിരോധവും എന്നാണ് പറഞ്ഞത്. ഈ കൊലപാതകത്തിലേക്ക് നയിക്കത്തക്ക വിധം ആ പ്രദേശത്ത് അനാരോഗ്യകരമായ ചില സാഹചര്യങ്ങൾ നിലനിന്നിരുന്നു എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. അതിന്റെ ഭാഗമായി ഉണ്ടായ ഒരു സംഭവമാണത്. അതിൽ CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തെ പ്രതിയാക്കി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തെ പ്രതിയാക്കി, ഏരിയ സെക്രട്ടറിയെ പ്രതിയാക്കി. ഇവരെയെല്ലാം കോടതി വിട്ടില്ലേ? ഇപ്പോ CPIM-ന്റെ ഭാഗമായിട്ടുള്ള 1-2 പേർ ആ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോഴും ദൃഢമായി വിശ്വസിക്കുന്നു
ആ ആളുകൾ ഈ കൊലപാതകവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളവരല്ല. പക്ഷേ അവരുടെ നിരപരാധിത്വം ഒരുപക്ഷെ മേൽക്കോടതിയിലായിരിക്കും ബോധ്യപ്പെടുത്താനാവുക. അത് നമുക്ക് കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ താല്പര്യങ്ങളോടെ ഈ ദൗർഭാഗ്യകരമായ കൊലപാതകത്തെ ഒരു ഉത്സവ കമ്മിറ്റിക്കാരന്റെ മനോഭാവത്തോടെ ആഘോഷിക്കാൻ വന്നാൽ എത്ര വലിയവനായാലും ആഘോഷിക്കപ്പെടുന്നത് CPM-ലെ സവിശേഷമായ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ടുകൂടിയാണ്. നമുക്കറിയാം TP ചന്ദ്രശേഖരനാവട്ടെ RMP ആവട്ടെ VS അച്യുതാനന്ദൻ എന്ന CPM-ലെ ഒരു മുതിർന്ന നേതാവിന്റെ പരോക്ഷമായ പിന്തുണ ലഭിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗമാണ്. അതുകൊണ്ട് CPM രാഷ്ട്രീയത്തിൽ ആ കാര്യങ്ങൾക്ക് പ്രാധാന്യമുള്ളതുകൊണ്ട് VS അച്യുതാനന്ദന്റെ നിലപാടുകൾ ചർച്ച ചെയ്യപ്പെടുന്നത് കൊണ്ടുകൂടിയാണ് TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തെ ഒരുപക്ഷെ കേരളത്തിൽ മറ്റ് രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കാൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം. അല്ല, അതിലും നിങ്ങൾ പറയുന്നതിൽ തെറ്റുണ്ട്. ആ തെറ്റെന്താണെന്നറിയോ നിങ്ങൾക്ക്? നിങ്ങൾ ഈ പറയുന്നതെല്ലാം അങ്ങ് ശരിയാണ് എന്ന് വെക്കുക. CPIM-ലുള്ള വിഭാഗീയതയുമായി ഈ സംഭവങ്ങൾക്കുള്ള ബന്ധത്തെയാണ് നിങ്ങൾ ഉയർത്തി കാണിക്കുന്നത്. അത് അങ്ങനെ തന്നെ അങ്ങ് അംഗീകരിച്ചാൽ ഞാൻ മുൻപ് സൂചിപ്പിച്ച തൃശ്ശൂരിലെ 2 രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കും സമാന സ്വഭാവമില്ലേ? മധു ഈച്ചറത്തും ലാൽജി കൊള്ളന്നൂരും നിസാര പ്രവർത്തകരായിരുന്നില്ലല്ലോ. കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും അല്ലേ? പരസ്പരം കൊന്നില്ലേ? വെട്ടിക്കഷ്ണങ്ങളായില്ലേ? 2 ചേരിയായിട്ട് നിൽക്കല്ലേ കോൺഗ്രസ്? നേതാക്കന്മാർ 2 പക്ഷത്തുമില്ലേ? എന്തേ ആഘോഷിച്ചില്ല? പിന്നെ 2 നിങ്ങൾ ചോദിക്കുന്നത് VS എടുത്ത നിലപാടുമായി ബന്ധപ്പെട്ട സഖാവ് VS ആ വിഷയത്തിൽ എടുത്തിട്ടുള്ള സമീപനത്തെ കുറിച്ച് CPIM-ന്റെ അഭിപ്രായം ഇന്നത്തെ ദേശാഭിമാനിയിൽ ഉൾപ്പെടെ കൃത്യമായി പ്രമേയത്തിന്റെ രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ. ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് 2 അഭിപ്രായമല്ല. VS അല്ല ആരായിരുന്നാലും ഈ വിഷയത്തിൽ ദയവായി തുടരുക. NM പിയേഴ്സൺ, എന്തുകൊണ്ടാണ് ലാൽജിയുടെയും മധുവിന്റെയും കൊലപാതകങ്ങളെക്കാൾ TP ചന്ദ്രശേഖരന്റെ കൊല കേരളം ചർച്ച ചെയ്യുന്നത്? ഇത് CPM-നെതിരായ ബോധപൂർവമായ ഗൂഢാലോചനയുടെ മാധ്യമ ഗൂഢാലോചനയുടെ ഭാഗമാണോ? അല്ല, ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിക്കുമ്പോൾ CPM എന്ന് പറയുന്നതായിട്ടുള്ള പാർട്ടി, ആ പാർട്ടിയിൽ നിന്ന് പുറത്തു വരുന്നതായിട്ടുള്ള വിമത വിഭാഗങ്ങൾ, അതിനോട് എങ്ങനെയാണ് CPM പ്രതികരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് TP ചന്ദ്രശേഖരൻ്റെ വധം വളരെ പ്രസക്തമായിട്ടുള്ള രീതിയിൽ കേരളം ചർച്ച ചെയ്തത് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള രാഷ്ട്രീയ ബോധം സ്വരാജിനുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടില്ലായിരുന്നു. ചർച്ച ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ട് എന്ന് CPM തന്നെ പരിശോധിക്കുമ്പോൾ CPM-ൻ്റെ തന്നെ പ്രസക്തിയാണ് അതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇന്നലെ വരെ പിണറായി വിജയനെ സിന്ദാബാദ് വിളിച്ചതായിട്ടുള്ള ശബ്ദവും അതിനുവേണ്ടി മുഷ്ടി ചുരുത്തി ഉയർത്തപ്പെട്ടായിട്ടുള്ള കൈകളുമാണ് മഴവിനാൽ വെട്ടിമാറ്റപ്പെട്ടത്. അതുകൊണ്ടാണ് അത് ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരു പാർട്ടിക്ക് വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ചതായിട്ടുള്ള ആ TPയുടെ അല്ലെങ്കിൽ TP ചന്ദ്രശേഖരൻ്റെ ജീവൻ എടുത്തുകൊണ്ടാണ് പാർട്ടിക്കെതിരെ പ്രവർത്തിക്കാൻ ഇറങ്ങിയതിനുള്ള പ്രതികാരം പാർട്ടി കാണിച്ചത്. അത് വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ തന്നെയാണ് കേരളീയ സമൂഹം ആ വിഷയം വളരെ ഗൗരവമായിട്ട് എടുത്ത് ചർച്ച ചെയ്യാനായിട്ട് തയ്യാറ്. മാത്രമല്ല, കണ്ണൂരിൽ നിരവധി കൊലപാതകങ്ങൾ CPM-ഉം RS-ഉം തമ്മിൽ നടന്ന സമയത്തൊക്കെ തന്നെ പൊതുസമൂഹത്തിൻ്റെ ഒരു ഇടപെടൽ യഥാർത്ഥത്തിൽ അതിലുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത് ഉണ്ടാകാതെ പോയതിൻ്റെ കാരണം ആ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ തന്നെ അതാത് പാർട്ടിയുടെ പ്രശ്നങ്ങളായിട്ട് പൊതുസമൂഹം കണ്ടതുകൊണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ TP ചന്ദ്രശേഖരൻ്റെ വധം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ പ്രശ്നമായിട്ട് ഉയർന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത്രമാത്രം ശക്തമായിട്ടുള്ള രീതിയിൽ അത് കേരളം മുഴുവനായിട്ട് ചർച്ച ചെയ്യപ്പെട്ടത് എന്ന് സ്വരാജ് തിരിച്ചറിയേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്വരാജ്, താങ്കൾക്ക് മറുപടി പറയാം. അല്ല, ഞാൻ ബഹുമാന്യനായ ശ്രീ MN പിയേഴ്സണോട് വിയോജിക്കുകയാണ്. അദ്ദേഹം ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു കടുത്ത CPM വിരോധത്താൽ പ്രചോദിതമായ അഭിപ്രായമാണ് പറയുന്നത്. എനിക്കങ്ങനെ പറയേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ട്. കാരണം ശ്രീ TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തെ ഏതെങ്കിലും ഒരു നിമിഷാർത്ഥത്തിൽ ന്യായീകരിക്കുന്ന ഒരാളല്ല ഞാൻ, ഞങ്ങളുടെ പാർട്ടിയും സംഘടനയും. അത് നിർഭാഗ്യകരമാണെന്ന് പറയാൻ ഒരു മടിയുമില്ല. ആരും ആരെയും കൊല്ലാൻ പാടില്ല, കൊല്ലപ്പെടരുത് എന്ന അഭിപ്രായമാണ് എപ്പോഴും ഉള്ളത്. ഈ ചർച്ച നടക്കുമ്പോൾ ശ്രീ TP ചന്ദ്രശേഖരൻ ജീവനോടെ ഇല്ല എന്ന യാഥാർത്ഥ്യം വേദനിപ്പിക്കുന്നതാണ്. പക്ഷേ CPIM വിട്ട് പുറത്തു വന്ന് ഒരു പ്രവർത്തനം നടത്തിയാൽ കൊന്നുകളയുക എന്ന സമീപനം CPIM-നുണ്ടോ? അങ്ങനെ പറയാനാകുമോ? അങ്ങനെ പറയുന്നത് ശരിയല്ല. എത്ര പേർ CPM വിട്ടുപോയി? എത്ര പേരെ CPM പുറത്താക്കി? ആരെയെങ്കിലും കൊന്നിട്ടുണ്ടോ? KPR ഗോപാലിനെ കൊന്നോ? MV രാഘവനെ കൊന്നോ? ഗൗരിയമ്മയെ കൊന്നോ? ചക്രവാണിയെ കൊന്നോ? പുത്തലത്ത് നാരായണനെ കൊന്നോ? KP കുഞ്ഞിക്കണ്ണനെ കൊന്നോ? ആരെയെ കൊന്നത്? ഇതുപോലെ സമീപകാലത്ത് വിട്ടുപോയ ശിവരാമനും അബ്ദുള്ളക്കുട്ടിയും സിന്ധു ജോയിയും എല്ലാം നമുക്കിടയിലില്ലേ? ഇത് ഞങ്ങളുടെ നയമല്ല. അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചിട്ടില്ല. ഇത് ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉഞ്ചിയത്തുണ്ടായത്.
അതിനെ പൊതുവൽക്കരിച്ച് CPIM-നെ കൊലയാളികളുടെ പാർട്ടി എന്ന് മുദ്ര കുത്തുന്നത് ശരിയാണോ? അത് ചരിത്രബോധത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ എന്ന് എല്ലാവരും പരിശോധിക്കുന്നത് നല്ലതാണ്. തിരികെ എത്താം. KC അബു, ഇവിടെ ഈ കൊലപാതക സംഘത്തിൽ ഉൾപ്പെട്ടവർക്ക് മുൻകാലങ്ങളിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളതായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു വിധിന്യായത്തിൽ. മുൻകാലത്ത് ക്രിമിനൽ പശ്ചാത്തലമില്ലാതെ കേവലം രാഷ്ട്രീയ പ്രചോദിതരായി മാത്രം ഇത്തരമൊരു കൃത്യം നടത്തിയതാണ് എന്നാണ് വിധിന്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക. പക്ഷേ CPM-ന്റെ ഉന്നത തലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടന്നു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. ഈ അന്വേഷണം അതിൻ്റെ പ്രാഥമിക തലത്തിൽ തന്നെ അട്ടിമറിക്കപ്പെട്ടു എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? സ്വരാജും അതുപോലുള്ള ആളുകളും പറഞ്ഞത് CPM-ൽ നിന്ന് വിട്ടവരെ ഞങ്ങൾ കൊന്നിട്ടില്ല, ഗൗരിയമ്മ ഉൾപ്പെടെ MV രാഘവൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് ജീവിച്ചിരിക്കുന്നതെന്നാണ്. CPM-ൽ നിന്ന് വിട്ട ഈ മഹാന്മാരായ നേതാക്കന്മാരെക്കാളൊക്കെ ഉപരി CPM-ന്റെ നയവ്യതിയാനങ്ങൾക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ച, CPM വിരുദ്ധ സമീപനങ്ങൾ സ്വീകരിക്കുന്ന ഒരു പാർട്ടിയുമായും ഒരു വിധത്തിലും കൈകോർക്കാതെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളിലും ആദർശങ്ങളിലും അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഒരു പോരാട്ടം നടത്തിയ പോരാളിയായിരുന്നു ചന്ദ്രശേഖരൻ. ആ ചന്ദ്രശേഖരനെ സമാനതകളില്ലാത്ത രൂപത്തിൽ ഇവിടെ കൊല ചെയ്തു. ആ കൊല ചെയ്യപ്പെട്ട ആളുകളെല്ലാവരും തന്നെ ജന്മന ക്രിമിനലുകളാണ്. ചന്ദ്രശേഖരനെ കാണുക പോലും ചെയ്യാത്തവരാണ്, അടുപ്പമോ വിരോധമോ ഇല്ലാത്തവരാണ്. അവരെ കൊണ്ട് ഈ ക്രൂര കൃത്യം ചെയ്യിച്ചത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാണ്. തെളിവില്ലാത്തതിന്റെ പേരിൽ മോഹനൻ മാഷ വിട്ടു. എം സ്വരാജ്, ഇവിടെ JSSO അല്ലെങ്കിൽ CMPO UDF-നോടൊപ്പം ചേർന്നപ്പോൾ അത് യഥാർത്ഥത്തിൽ CPM-ന്റെ ഒരു ഭീഷണിയായിരുന്നില്ല. പക്ഷേ മൂന്നാമതൊരു പാത സ്വീകരിക്കുന്ന CPM-ലെ ഒരു വിഘടിത വിഭാഗം അതിനെ ഇല്ലാതാക്കേണ്ടത് ഇനിയും വിഘടിക്കാൻ ഒരുങ്ങി നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് വിഭാഗീയത ഉയർത്തുന്നവർക്കുള്ള വ്യക്തമായ സന്ദേശമായി വ്യാഖ്യാനിക്കപ്പെടാൻ വേണ്ടിയാകാം TP കൊല്ലപ്പെട്ടത് എന്ന സൂചനയാണ് KC അബു നൽകുന്നത്. നിങ്ങളൊക്കെ ഈ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. എനിക്ക് ഈ ചർച്ചയിൽ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ട്. പക്ഷെ അസംബന്ധത്തെ അസംബന്ധമെന്നല്ലാതെ ഞാൻ എന്തു പറയും? ഞാൻ ചോദിക്കട്ടെ, ചന്ദ്രശേഖരന്റെ അതേ പാത സ്വീകരിച്ച ഒരാളായിരുന്നില്ലേ MR മുരളി ഷൊർണൂരിൽ? JVS എന്നൊരു സംഘടന ഉണ്ടാക്കിയില്ലേ? ഞങ്ങളുമായി നല്ല ശത്രുതയിലല്ലേ പോയത്? കൊന്നോ? ഇപ്പൊ അദ്ദേഹം CPI-യുമായി സഹകരിക്കുന്ന നിലയല്ലേ നമ്മൾ കാണുന്നത്? അത് മാത്രമാണോ? തൃശ്ശൂരിൽ നിങ്ങൾ തളിക്കുളം എന്ന് പറയുന്ന സ്ഥലത്തൊന്ന് അന്വേഷിക്കുക. ഒരു ദശാബ്ദത്തിലധികമായി അവിടെ CPM എന്ന പേരിൽ തന്നെ മറ്റൊരു പാർട്ടി ഉണ്ടാക്കി TL സന്തോഷിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അവരവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും മറ്റുമൊക്കെ മത്സരിക്കുകയും ചിലയിടത്ത് ജയിക്കുകയും ചെയ്തിട്ടില്ലേ? കൊന്നോ? എന്തൊക്കെയുണ്ട്? നിങ്ങൾ പയ്യന്നൂരിൽ പോയി അന്വേഷിക്കും, അവിടെയും സമാന ചരിത്രം മുൻപ് കാണാം. പക്ഷെ ഇത്തരം നിലപാട് സ്വീകരിച്ചവരെല്ലാം കാലക്രമേണ CPI-യുമായി സഹകരിച്ചു വരികയും തെറ്റ് തിരുത്തുകയും ചെയ്ത അനുഭവമാണ് കേരളത്തിലുള്ളത്. ഇവിടെ ചന്ദ്രശേഖരൻ UDF-ന്റെ കൂടെ പോകാത്തത് കൊണ്ട് അയാളെ കൊന്നുവന്നു, ബാക്കിയുള്ളവർ പോയിട്ട് കൊന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തു മറുപടി വേണം പറയാം? ഒറ്റ കാര്യം കൂടി പറയാൻ എന്നെ അനുവദിച്ചാൽ നന്നായിരുന്നു. ഈ KC അബുവൊക്കെ മറുപടി പറയേണ്ട ഒരു കാര്യം, കേരളത്തിൽ പാർട്ടി മാറിയതിന്റെ പേരിൽ ആദ്യമായി ഒരാൾ കൊല്ലപ്പെട്ടത് ആരാണെന്ന് അറിയൂ? ആ ചരിത്രമൊന്നും മറച്ചു വെക്കരുത്. KPCC-യുടെ ചരിത്രം എഴുതിയ ആ മഹാനേതാവിന്റെ പേര്, മൊയ്യാരത്ത് ശങ്കരന്റെ പേര് മറന്നോ? എങ്ങനെയാ കൊന്നോന്ന് ഓർമ്മയുണ്ടോ? അതിനുശേഷം രണ്ടാമത് കേരളത്തിൽ പാർട്ടി മാറിയതിന്റെ പേരിൽ കൊല്ലപ്പെട്ട ആരാണെന്ന് അറിയോ നിങ്ങൾക്ക്? തൃശ്ശൂരിൽ MLA ആയിരുന്ന അബ്ദുൽ ഖാദറാണ്. അബ്ദുൽ ഖാദർ കോൺഗ്രസിന്റെ നേതാവായിരുന്നു, DCC-യുടെ പ്രസിഡന്റ് ആയിരുന്നു. അത് വിട്ട് CPM-ലേക്ക് ചേർന്നപ്പോൾ വെടിവെച്ച് കൊല്ലുകയല്ലേ ചെയ്തത്? ഇതെല്ലാം കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെ അങ്ങ് സൗകര്യപൂർവ്വം മറച്ചുവെച്ച് TP ചന്ദ്രശേഖരൻ കൊലപാതകത്തിന്റെ ചെലവിൽ CPM-നെ അങ്ങ് ബാഷ്പീകരിക്കാം എന്ന് കരുതി ഇറങ്ങി പുറപ്പെട്ടാൽ ആ ശ്രമങ്ങളുടെ മുൻപിൽ വിനീത വിധേയരായി തലകുനിച്ചു നിൽക്കാൻ ഞങ്ങളെ കിട്ടില്ല. അത് തന്നെയാണ് ആവർത്തിച്ച് പറയാനുള്ളത്. NM പിയേഴ്സൺ, TL സന്തോഷിനെ പോലുള്ളവർക്ക് ലഭിച്ച പരിഗണന എന്തുകൊണ്ടായിരിക്കാം TPക്ക് ലഭിക്കാതെ പോയത്? അല്ല, സന്തോഷിന് എന്ത് പരിഗണന ലഭിച്ചു എന്നാണ് പറയുന്നത്? അദ്ദേഹം മരിച്ചില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അദ്ദേഹം നിരന്തരമായിട്ട് ആക്രമണത്തിന് വിധേയമായിട്ടുള്ള ഒരാളല്ലേ? അതേപോലെ തന്നെ പാർട്ടിയുമായി കലാപമുണ്ടാകുന്ന ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ പാർട്ടി വിട്ടുപോവുകയും പാർട്ടിയെ വെല്ലുവിളിക്കാനായിട്ട് കരുത്ത് കാണിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആളുകളൊക്കെ തന്നെ പാർട്ടിയുടെ അക്രമത്തിന് വിധേയമായിട്ടുള്ള ആളുകൾ തന്നെയാണ്. അവരുടെ ജീവൻ നിലനിൽക്കുന്നു എന്നുള്ളതാണോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംരക്ഷണ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്? എന്നെ എന്താണ് വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിച്ച സംഭവം,
എൻ്റെ വീട് ആക്രമിക്കാനായിട്ട് വലിയ ജാഥ കടന്നു വന്ന് അതും സ്വരാജിന് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്ന സമയത്ത് പാർട്ടിക്കെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടെടുത്ത് പ്രത്യയശാസ്ത്രപരമായിട്ട് പാർട്ടിയെ വെല്ലുവിളിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അതിൻ്റെ ഭാഗത്ത് നേരുണ്ട് എങ്കിൽ ആ നേരിനെ നേരിടാനായിട്ടുള്ള കരുത്തില്ലാതെ വരുമ്പോഴാണ് അക്രമത്തിൻ്റെ പാതയിലേക്ക് പാർട്ടികൾ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മയ്യാരത്ത് ശങ്കരൻ്റെയും അബ്ദുൽ ഖാദറിൻ്റെയും മരണം ചൂണ്ടിക്കാണിച്ച് TP ചന്ദ്രശേഖരനെ കൊന്നത് തങ്ങളല്ല എന്ന് പ്രഖ്യാപിക്കാനായിട്ട് എങ്ങനെയാണ് സ്വരാജിന് കഴിയുന്നത്? ആരാണ് ചന്ദ്രശേഖരനെ കൊന്നത്? CPM അല്ല എങ്കിൽ. റൈറ്റ്, വളരെയധികം നന്ദി. NM പിയേഴ്സൺ, M സ്വരാജ്, KC അബു, MV ഗോവിന്ദൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചത്.